വിശുദ്ധ പെട്ടകം ഭവനത്തിൽ വരട്ടെ. ലെറ്റ് ദി ആർക്ക് ബി ബ്രോട്ട് ബാക്ക്. സങ്കീർത്തനം 68 ഞാൻ എടുത്തുകൊണ്ടിരിക്കുന്നത്. ദൈവം എഴുന്നേൽക്കുന്നു, അവൻ്റെ ശത്രുക്കൾ ചിതറിപ്പോകുന്നു. ദൈവം എഴുന്നേൽക്കണം. ദൈവം എഴുന്നേൽക്കുന്ന ഭാഗം വേദപുസ്തകത്തിൽ പല ഭാഗങ്ങളിലുണ്ട്. നമ്മുടെ എഴുന്നേൽക്കുന്നു നമ്മുടെ മനസ്സിൽ ആദ്യ ചിന്ത വരുന്നത് സ്തെഫാനോസിനെ കൊല്ലുന്ന സമയത്ത് അവൻ്റെ മേൽ കല്ലെറിയുമ്പോൾ സ്തെഫാനോസ് മുകളിലിട്ട് നോക്കുന്നതായിട്ടും സ്വർഗത്തിൽ യേശു ക്രിസ്തു എഴുന്നേറ്റ് നിൽക്കുന്നതായിട്ട്. കാരണം സ്തെഫാനോസ് മരിക്കും ദൈവത്തിനറിയാം. ദൈവത്തിൻ്റെ ആത്മാവിൽ സ്തെഫാനോസ് സ്വർഗം കാണുന്നതും സ്തെഫാനോസിനെ റിസീവ് ചെയ്യാൻ വേണ്ടി, സ്വീകരിക്കാൻ വേണ്ടി ദൈവം എഴുന്നേറ്റ് നിൽക്കുന്നു എന്ന് വേദപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. നമ്മുടെ ഹൃദയം ദൈവത്തിൻ്റെ പെട്ടകമായി മാറിയൊക്കത്തുള്ളൂ. നമ്മുടെ പഴയ നിയമത്തിൽ കഴിഞ്ഞ ദിവസം എടുത്തത് ദാവീദ് രാജാവ് ദൈവത്തിൻ്റെ പെട്ടകം ഓബേദിൻ്റെ ഭവനത്തിൽ കൊണ്ടുവച്ച്. കാരണം കാളവണ്ടിയുടെ പുറത്ത് കൊണ്ടുവന്നപ്പോൾ ദൈവത്തിന് ഉഗ്രകോപമുണ്ടായി. പുരോഹിതൻ്റെ തോളത്ത് വഹിച്ചുകൊണ്ട് വരേണ്ടിയ പെട്ടകം അവർ കാളവണ്ടിയിൽ കൊണ്ടുവന്നു. ഉസ്സാ കൈ തൊടാൻ അല്പം ഈ പെട്ടകം വന്ന് അനങ്ങുന്നത് കണ്ടിട്ട് ഉസ്സാ തൊടാൻ ശ്രമിക്കുന്നു. ഉസ്സാ മരിച്ചു വീഴുന്നു. അതോടെ ഭയമായി ദാവീദ് പെട്ടകം ഓബേദ് എന്ന് പറഞ്ഞ ഒരു മനുഷ്യൻ്റെ ഭവനത്തിലേക്ക് കൊണ്ടുവെക്കുന്നതാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്, ഗിത്യനായ ഓബേദിൻ്റെ. അത് കഴിയുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ദാവീദിന് മനസ്സിലായി. എന്നാൽ ഈ ഓബേദിൻ്റെ വീട്ടിൽ വെക്കുമ്പോൾ അവിടെ അവർക്കുള്ള സകലത്തിനെയും ദൈവം അനുഗ്രഹിക്കുന്നു. കുറച്ച് മാസങ്ങളെ അവിടെ ഇരുന്നുള്ളൂ. പക്ഷെ ദൈവത്തിൻ്റെ പെട്ടകം എവിടെ ഇരിക്കുന്നു അവിടെ അതിശയം നടക്കും, അവിടെ അനുഗ്രഹങ്ങളുണ്ട്. അത് നമ്മൾ അത് പറയാനുള്ള ധൈര്യം നമുക്ക് വരണം. എൻ്റെ ഭവനത്തിൽ ദൈവമുള്ളതിനാൽ, ദൈവമുള്ളിടത്ത് ദൈവത്തിൻ്റെ സാന്നിധ്യം ഉള്ളിടത്ത് അനുഗ്രഹമുണ്ട്, അവിടെ ദൈവത്തിൻ്റെ വിജയമുണ്ട്, ദൈവത്തിൻ്റെ കുടുംബം ഒന്നിച്ച് നിൽക്കുന്നു എന്ന് നമ്മൾ വീണ്ടും വീണ്ടും പറയുകയാണ്. അതായത് പിതാവാം ദൈവത്തിന് ദൈവമക്കളാകുന്ന നമ്മളെ എല്ലാ ദിവസവും കാണാൻ ആഗ്രഹമുണ്ട്. നമുക്ക് നമ്മുടെ മക്കളെയും കൊച്ചുമക്കളെയും അവരെത്ര പിണങ്ങിയിരുന്നാലും എല്ലാ ദിവസവും അവരൊന്ന് കാണാനും കേൾക്കാനും നമുക്ക് ആഗ്രഹമില്ലേ? അതുപോലെ പിതാവാം ദൈവത്തിന് തൻ്റെ സൃഷ്ടികളാകുന്ന നമ്മളെ എല്ലാവരും വിളിച്ചുകൊണ്ടിരിക്കുക. എല്ലാവരും വരുന്നില്ല, കുറച്ച് പേരെങ്കിലും തിരിച്ച് ഓരോ ദിവസം കടന്നു വരുമ്പം പിതാവിൻ്റെ ആ സ്നേഹത്തിൽ നിന്ന് വേണം ഈ വചനം കേൾക്കുവാൻ. അപ്പം ദാവീദ് തീരുമാനിക്കുകയാണ് ഈ ഓബേദിൻ്റെ അവിടെ ഇരുന്നാൽ ശരിയാകത്തില്ല, അതുകൊണ്ട് ഒരു പെട്ടകം അവിടുന്ന് എടുത്ത് യെരൂശലേമിലേക്ക് കൊണ്ടുവരാൻ. യഹോവയുടെ പെട്ടകം ചുമന്നവർ അതിനു മുമ്പെടുത്ത് വായിക്കുന്നതാണ്. ഓബേദിൻ്റെ കുടുംബത്തെ അവനുടെ സകലത്തെയും അനുഗ്രഹിച്ചെന്ന് ദാവീദ് രാജാവിന് അറിവ് കിട്ടിയപ്പോൾ ദാവീദ് പുറപ്പെട്ട് ദൈവത്തിൻ്റെ പെട്ടകം ഓബേദ് എദോമിൻ്റെ വീട്ടിൽ നിന്ന് ദാവീദിൻ്റെ നഗരത്തിലേക്ക് സന്തോഷത്തോടെ കൊണ്ടുവരികയാണ്. എവിടെ അനുഗ്രഹമുണ്ടോ അവിടെ നമുക്ക് കിട്ടണമെന്ന് ആഗ്രഹമുണ്ടല്ലോ. മനുഷ്യർക്കെല്ലാം നമുക്കെല്ലാം അനുഗ്രഹം വേണമെന്ന് ആഗ്രഹമുള്ളവരാണ്. നമ്മുടെ എല്ലാം പ്രയാസ സമയത്ത് മറ്റുള്ളവരുടെ മുമ്പിൽ കൈ നീട്ടാതെ കർത്താവ് സ്വർഗത്തിൽ നിന്ന് നമ്മുടെ കയ്യിലേക്ക് കിഴി ഇറക്കി തരുന്ന ആ ഒരു ഭാഗ്യം നമുക്കുണ്ടെങ്കിൽ എന്തൊരു ഭാഗ്യവതിയല്ലേ നമ്മളെ ദൈവം മാനിക്കുന്നു. അങ്ങനെ ചെയ്യുന്ന ഒരു ദൈവമാണ് വേദപുസ്തകത്തിൽ നമ്മൾ കാണുന്നത്. അപ്പം യഹോവയുടെ പെട്ടകം ചുവന്നർ 6 ചുവട് നടന്ന ശേഷം അവൻ ഒരു കാളയും തടിപ്പിച്ച കിടാവിനെ ആഗമിച്ച് ദാവീദ് പഞ്ഞിനൂലങ്കി ധരിച്ചുകൊണ്ട് പൂർണ്ണശക്തിയോടെ യഹോവയുടെ മുമ്പാകെ നൃത്തം ചെയ്തു. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിൽ ദാവീദിന് വിനയം കാരണം ഇത് ഈ ഭയങ്കരനായ ദൈവത്തെ ഈ പെട്ടകത്തിനകത്ത് കൊണ്ടുവരുമ്പോൾ അതിവിശുദ്ധിയോടെ കൊണ്ടുവരണം. ഈ പ്രാവശ്യം പുരോഹിതൻ്റെ തോളിലാണ് കൊണ്ടുവരുന്നത്. മനസ്സിലാക്കണേ, ആ ദൈവത്തിൻ്റെ മഹത്വം കൊടുക്കേണ്ടത് നമ്മൾ പ്രായമുള്ളവരാണ് അത് വീട്ടിൽ കാണിച്ചു കൊടുക്കേണ്ടത്. എത്രമാത്രം അതിവിശുദ്ധി എന്നും പറഞ്ഞ് ദൈവ സാന്നിധ്യത്തെ ഭയപ്പെടരുത്, അത് നമ്മളെപ്പോഴും ആഗ്രഹിക്കണം. പക്ഷെ ദൈവത്തെ ഭയപ്പെടേണ്ടത് അവൻ്റെ മഹത്വത്തെയാണ്. അതായത് അവൻ ആരാണ് എൻ്റെ ഭവനത്തിലേക്ക് കയറി വരുന്നത്, അല്ലെ എൻ്റെ ഹൃദയത്തിൽ ജീവിക്കാൻ വസിക്കുവാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെ ദാവീദ് 6 അടി 6 അടി 6 പറയുമ്പോൾ മനുഷ്യശക്തിയാണ്, 7 പൂർണ്ണതയാണ്. 6 അടി 6 അടി ആകുമ്പോൾ മനുഷ്യൻ്റെ ശക്തി പൊങ്ങും. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ളവരോട് പറയും, ഒരു മാസം 3 ദിവസം ഞങ്ങൾ ഉപവാസ പ്രാർത്ഥന നിർബന്ധമായിട്ടും ചെയ്യും. കാരണം ജഡം, എന്നിലുള്ള ജഡം അല്ല ഞാനെന്ന ഭാവം മരിക്കത്തില്ല, അതിനെ നിർബന്ധമായിട്ടും മരിപ്പിക്കും. തോലുരിക്കുന്ന ഗ്രൂപ്പെന്നാണ് ഞങ്ങളെ സൗദി വെച്ചൊക്കെ ആളുകൾ അറിഞ്ഞുകൊണ്ടിരുന്നത്. കാരണം നമ്മളിലുള്ള ജഡശക്തിയെ പർപ്പസ്ലി നമ്മൾ ഇല്ലാതാക്കും. എളുപ്പമുള്ള കാര്യമല്ല. പക്ഷെ 3 ദിവസം ഉപവാസ പ്രാർത്ഥന അതിന് മാത്രമായിട്ട് വർഷങ്ങളോളം ഞങ്ങൾ ചെയ്യുന്നതിനാൽ അതിൻ്റെ വ്യത്യാസം നമ്മളിൽ തന്നെ കാണുന്നുണ്ട്. അങ്ങനെ 6 അടി 6 അടി വെക്കുമ്പോൾ ഒരു കാളക്കുട്ടിയെയും ഒരു ആട്ടിൻകുട്ടിയെയും
കുരുതി കഴിച്ച് അല്ലെങ്കിൽ യാഗം കഴിച്ച് അതിൻ്റെ രക്തം തെളിച്ചിട്ട് വീണ്ടും 6 അടി ചെത്ത്. അപ്പോൾ എത്ര എണ്ണത്തിനെ കൊന്നു കാണണം. അങ്ങനെ ദൈവത്തിൻ്റെ പെട്ടകം ഇപ്പം യെരൂശലേമിലെ ദാവീദ് പട്ടണത്തിൽ കൊണ്ടുവന്ന് വെക്കുന്നു. അതാണ് ഇതിൻ്റെ പശ്ചാത്തലം. 68-ാം സങ്കീർത്തനം ഈ ബാക്ക്ഗ്രൗണ്ടിലാണ് എഴുതിയിരിക്കുന്നതെന്ന് മനസ്സിലാക്കുമ്പം പഴയ നിയമത്തിൽ ദാവീദ് ചുമന്ന് പുരോഹിതന്മാരെ കൊണ്ട് അപ്പോൾ ദാവീദ് നൃത്തം ചെയ്തുകൊണ്ടാണ്. ഇത് സന്തോഷത്തോടെ കൊണ്ടുവരേണ്ട ഒരു കാര്യമാണ്. എന്താണ് ദൈവത്തെക്കുറിച്ച് പഠിക്കുമ്പോഴും നമ്മുടെ ഹൃദയത്തിൽ സന്തോഷമില്ലാത്തത്? ഒരു സത്യം മനസ്സിലാക്കേണ്ടത്, ഒരിക്കലും ഒരു നന്മ തനിയെ ഉണ്ടാകുന്നില്ല. ബിക്കോസ് വി ഹാവ് സിൻഡ് അഗൈൻസ്റ്റ് ഗോഡ്. അതുകൊണ്ട് ഈ ഫോളൻ വേൾഡിൽ ഒരു നന്മയും തനിയെ ഉണ്ടാകുന്നില്ല. നന്മ എന്തെങ്കിലും നമുക്ക് ലഭിക്കണമെങ്കിൽ കൺസ്ട്രക്റ്റീവായിട്ട്, കോൺഷ്യസ് ആയിട്ട് ആ നന്മ ഉണ്ടാകാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കണം. അതിന് എക്സാമ്പിൾ എടുത്താൽ, ഒരു ഗാർഡനിൽ നമ്മൾ നല്ല ചെടി കിളിപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ തന്നെ അത് കിളുക്കത്തില്ല. ഒരു നല്ല ചെടി കൊണ്ട് നട്ടെന്നേ ഇരിക്കട്ടെ, അത് പരിചരിച്ചില്ല എങ്കിൽ 1 മാസത്തിനകം അതിനെക്കാട്ടിൽ കൂടുതൽ വീട് അല്ലെങ്കിൽ അഴുക്ക് ചെടികൾ, പാഴ്ചെടികൾ വളർന്നിട്ട് അതിനെ മൂടുന്നത് കാണാം. എന്താ? അതിന് വളമൊന്നും വേണ്ട, ഈ നല്ല ചെടി വളരാതിരിക്കാൻ വേണ്ടി ഇത് മൂടിക്കളയും. അങ്ങനെ എൻ്റെ ജീവിതത്തിൽ കുറേ പൈനാപ്പിൾ ഞങ്ങൾ നട്ടിട്ട്, ഞങ്ങൾ കൊട്ടാരക്കര നട്ടിട്ട് കോഴിക്കോടേക്ക് ഇത് പോകേണ്ടി വന്നു. ഡോക്ടറിൻ്റെ ജോലി അവിടെ ആയിരുന്നുണ്ട്. ഒരു 2 മാസം 3 മാസം നോക്കാനായിട്ട് നമ്മളവിടെ ഇല്ലാഞ്ഞപ്പോഴത്തേക്ക് കാട് കയറി പൈനാപ്പിൾ മുഴുവൻ അതിൻ്റെ അടിയിലായി പോകുന്നതായിട്ട് ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. പൈനാപ്പിൾ കുറച്ച് പറിച്ചെടുത്ത്, പക്ഷേ ഇറ്റ് വാസ് നോട്ട് ഗുഡ്. അപ്പോൾ ഞാൻ പറയുന്നത്, ഏതൊരു നന്മ ക്രിയേറ്റ് ചെയ്യണമെങ്കിലും ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മൾ പരിശ്രമിച്ചിട്ട് അത് ഭവനത്തിൽ ഉണ്ടാക്കിയെടുക്കണം. അതിനുവേണ്ടി ദൈവം എന്തുമാത്രം പരിശ്രമിച്ചു എന്ന് നോക്കിയാൽ, ദൈവം തൻ്റെ മകനാകുന്ന പുത്രനെ യേശുക്രിസ്തുവിനെ ഭൂമിയിലേക്ക് അയച്ചത് നമ്മളെ പരിശുദ്ധാത്മാവിൽ നിറയ്ക്കാൻ. ഇപ്പം ഈ പരിശുദ്ധാത്മാവാകുന്ന ദൈവത്തിൻ്റെ ആത്മാവിനെ ഞാനാകുന്ന പെട്ടകത്തിനകത്ത് ഉൾക്കൊള്ളുവാൻ എത്ര പേർക്ക് സന്മനസ്സുണ്ട്? എത്ര പേരത് മനസ്സിലാക്കിയെടുക്കുന്നുണ്ട്? എന്നിൽ ഈ പെട്ടകമാണ് ഇരിക്കേണ്ടത്. അത് അപ്പുറത്തെ ഇപ്പുറത്തെ ഇരിക്കുന്നതുകൊണ്ട് എനിക്കെന്ത് പ്രയോജനം? അവർക്ക് അനുഗ്രഹം കിട്ടും. ശ്രമിച്ചു നോക്ക്. നമ്മൾ വചനം പറയുകയാണെന്നുണ്ട്, നമ്മൾ ഓരോ ഭവനങ്ങളിൽ ചെന്ന്, ഞാൻ വചനം എത്രയോ ഭവനങ്ങളിൽ ചെന്ന് തീർത്തും 3 ദിവസം ഉപവാസ പ്രാർത്ഥന എടുക്കുന്നവരുണ്ട്. 3-ാം ദിവസം ഞാൻ പോകുന്നുണ്ട്. 1 ദിവസം ഉപവാസം എടുക്കുന്നുണ്ട്. രാവിലെ മാത്രം പ്രാർത്ഥിക്കും. നമ്മൾ അവിടെ ചെല്ലുമ്പോൾ അവരുടെ ഒരു വിഷയം നമ്മളോട് പറഞ്ഞിട്ടായിരിക്കണം മിക്കവാറും ഉപവാസം എടുക്കുന്നതിന്. ആ വിഷയം എടുത്ത് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ബന്ധനം വഴിയെന്ന് നമ്മൾ കാണുന്നു. കാരണം ഒരുമനപ്പെട്ട് കൂട്ടായ്മയായിട്ടുള്ള പ്രാർത്ഥന വരുമ്പോൾ ദൈവം 2 അതിൽ കൂടുതൽ പേർ എവിടെ ഒന്നിച്ചു കൂടി ദൈവസന്നിധിയിൽ വിഷയം ഏൽപ്പിക്കുമ്പോൾ ദൈവം ഉത്തരം തരുമെന്ന് വാഗ്ദത്തം ചെയ്തിരിക്കുന്നതിനാൽ ആ വിഷയത്തിന്മേൽ നമ്മൾ ജയമെടുക്കും. അവർക്ക് ജയം കിട്ടിയത് കൊണ്ട് എനിക്ക് ജയം കിട്ടണമെന്നില്ല. എൻ്റെ വീട്ടിൽ അതേ ഭാരം ചിലപ്പം കാണും. അതിന് ഞാൻ പ്രത്യേകമായിട്ട് പരിശ്രമിക്കണം. ഡു യു അണ്ടർസ്റ്റാൻഡ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ഇറ്റ്? അതായത് ദൈവസന്നിധിയിൽ പരിശ്രമിച്ച് നമ്മളുടെ ഹൃദയമാകുന്ന വയൽ ശുദ്ധീകരിച്ച് അതിനകത്ത് ദൈവത്തിൻ്റെ പെട്ടകത്തിനെ ഇരുത്തുവാൻ തക്കവണ്ണം രാവിലെ തോറും എനിക്കൊരു യുദ്ധമുണ്ട്. ഈ കേൾക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും യുദ്ധമുണ്ട്. ഈ റെക്കോർഡിങ് വരുന്നതിന് മുൻപേ എനിക്കൊരു യുദ്ധമുണ്ട്. ചെയ്യണോ വേണ്ടായോ, പറയണോ വേണ്ടായോ, അത് എനിക്ക് ക്ഷീണം തോന്നിക്കുന്നു. അങ്ങനെയൊക്കെ നമുക്ക് എല്ലാവർക്കും 2 ചിന്ത വരും. ഒന്ന്, അകത്തെ ചിന്ത ആത്മാവ് പറയുന്നത് ചെയ്യും മകളെ. 2, എനിക്ക് ക്ഷീണമാണ്, ഞാൻ ചെയ്യുന്നില്ല എന്ന് പുറത്തെ ചിന്ത. അപ്പോൾ 2 ചിന്തകൾ എല്ലാ വ്യക്തികളിലും നേരം വെളുക്കുമ്പോൾ വരുന്നുണ്ട്. എഴുന്നേൽക്കണോ വേണ്ടായോ, കുളിക്കണോ വേണ്ടായോ, വചനം വായിക്കണോ കേൾക്കണോ വേണ്ടായോ, പ്രാർത്ഥിക്കണോ, ഈ ചിന്തകൾ എല്ലാവർക്കും വരുമ്പോൾ കോൺഷ്യസ് ആയിട്ട് നമ്മളൊരു ഡിസിഷൻ എടുക്കുകയാണ്. ഐ സ്റ്റാൻഡ് വിത്ത് ദ ലിവിങ് ഗോഡ്. അവൻ്റെ പെട്ടകമായിട്ട് ഞാനിന്ന് മാറിയിരിക്കുന്നു. അവൻ്റെ അതിവിശുദ്ധമായ ദൈവത്തിൻ്റെ സാന്നിധ്യം എൻ്റെ ഉള്ളിൽ വസിക്കുന്നു. അതുകൊണ്ടാണ് 2 കൊരിന്ത്യരിൽ പറയുന്നത്, ഈ അത്യന്ത മഹാശക്തി, ഈ മഹാശക്തി 2 കൊരിന്ത്യർ 4:7 നോക്കാം. എങ്കിലും 4:7, 2 കൊരിന്ത്യർ 4:7, എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമെന്നല്ല, ദൈവത്തിൻ്റെ ദാനമത്രേ എന്ന് വരേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങളിലാകുന്നു ഉള്ളത്. അവിടെ നിർത്താം. ഇത് മൺപാത്രം എന്ന് പറയുന്നത് നമ്മളല്ലേ. ഇതൊരു പെട്ടകമായി മാറുകയാണ്. പ്രാകാരം, വിശുദ്ധം, അതിവിശുദ്ധം. അതായത് 3 ഘടകങ്ങളാണ് സമാഗമന കൂടാരത്തിന്. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിന് ബോഡി അല്ലെങ്കിൽ ദേഹം,
അകത്ത് ദേഹി അവയർനെസ് തരുന്നത്, ഞാൻ ആരെ എന്തെന്നറിയുന്നത്, പിന്നെ ആത്മാവ്. ഈ 3 തലങ്ങൾ നമുക്കുമുണ്ട്. പക്ഷെ ഈ അതിവിശുദ്ധനായ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ഈ മൺപാത്രമാകുന്ന എൻ്റെ ഉള്ളിൽ ഡിപ്പോസിറ്റ് ചെയ്തിരിക്കുന്നത് കർത്താവിൻ്റെ സാന്നിധ്യം വരുമെന്ന് നമ്മൾ അല്ലെങ്കിൽ ആഗ്രഹിച്ച് വിളിച്ചു വരുത്തുമ്പോൾ മാത്രമാണ്. അതിന് പഴയ നിയമത്തിൽ 6 അടി വെച്ചിട്ട് ദാവീദ് രാജാവ് യാഗം കഴിച്ചിട്ട്, ഒരു ആട്ടിൻകുട്ടിയെ യാഗം കഴിച്ചിട്ട് രക്തം ചൊരിഞ്ഞിട്ടാണ് ഓരോ പടി വെക്കുമ്പോഴും ദൈവത്തിനെ ഭയപ്പെട്ടുകൊണ്ട് ദാവീദ് ദൈവത്തിന് മുമ്പിൽ സ്തോത്രയാഗത്തോടുകൂടി തൻ്റെ പെട്ടകം യെരൂശലേമിൽ ദാവീദ് പട്ടണത്തിലേക്ക് കൊണ്ടുവന്നു. അങ്ങനെയെങ്കിൽ ഇന്നത്തെ വചനം കേൾക്കുന്ന ഓരോ ഭവനങ്ങളിലേക്കും ഞാൻ ആത്മാവിൽ പറയുന്നത്, നമ്മുടെ ഹൃദയത്തിനകത്തേക്ക് ദൈവത്തിൻ്റെ പെട്ടകം, കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വന്ന് വസിക്കട്ടെ. ആ ഒരു ദൈവത്തിൻ്റെ വാസസ്ഥലമായിട്ട് ഞാൻ മാറുമ്പം മാറ്റം എനിക്കാണ്. ദ ചേഞ്ച് ദാറ്റ് ഐ ഷുഡ് ഡിസയർ ടു സീ ഷുഡ് ബി വിതിൻ മീ. അതാണ് മഹാത്മാഗാന്ധിജി എഴുതിയ ഓട്ടോബയോഗ്രഫിയിൽ എഴുതിയിരിക്കുന്നത്. അപ്പം വേദപുസ്തകം അത് തന്നെയാണ് പഠിപ്പിക്കുന്നത്. ആർ യു റിഫ്ലക്റ്റിംഗ് ദ ലവ് ആൻഡ് ദ ലൈറ്റ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്? അങ്ങനെ സംഭവിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഓബേദ് എന്ന് പറഞ്ഞ വിദ്യനായ മനുഷ്യൻ്റെ ഭവനത്തിൽ നിന്ന് ആ പെട്ടകം എടുത്തുകൊണ്ട് വരാൻ ദാവീദ് എത്രയോ തീഷ്ണത കാണിച്ചു. അപ്പച്ച ചുമ്മാതല്ല ദാവീദ് രാജാവെന്നും സ്വർഗത്തിലും കിരീടം വെച്ച് നടക്കുന്ന ഒരേ ഒരു വ്യക്തി ദാവീദാണെന്നൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. കർത്താവേ, നിൻ്റെ മകനെക്കുറിച്ച് പറയുമ്പം യേശുക്രിസ്തു പോലും ദാവീദ് പുത്ര എന്ന് വിളിക്കത്തക്ക വിധത്തിലേക്ക് ഉയർത്തത് ഈ ദാവീദിൻ്റെ തീഷ്ണമായ നേച്ചർ കൊണ്ടാണ്. 6 അടി കാല് വെക്കുമ്പോൾ അവിടെ നിർത്തിക്കൊണ്ട് ദൈവത്തിന് സമർപ്പിച്ച്, ജഡം പൊക്കാതെ വീണ്ടും വീണ്ടും ദൈവത്തിന് സമർപ്പിച്ച് പെട്ടകം കൊണ്ടുവന്ന് ഇരിക്കേണ്ട സ്ഥലത്ത് തൻ്റെ ആലയത്തിലേക്ക് കൊണ്ടുവന്ന് വെക്കാൻ തക്കവണ്ണം സാധിച്ചത് ആ ദൈവത്തോടുള്ള ഭയവും ദൈവത്തോടുള്ള തീഷ്ണതയുമാണ്. ഞങ്ങൾക്ക് ഈ വചനം കേൾക്കുമ്പോൾ ചുമ്മാതെ വചനം കേൾക്കാതെ നിൻ്റെ അടുക്കിലേക്ക് തീഷ്ണമായിട്ട് വന്നിരുന്ന് ഒരു വചനമേ ഞങ്ങൾ പഠിക്കുന്നുള്ളെങ്കിലും കർത്താവേ, ദൈവം എഴുന്നേൽക്കുന്നു, ശത്രുക്കൾ ചിതറിപ്പോകുന്നു. അപ്പച്ചനെ എഴുന്നേൽപ്പിക്കാൻ കഴിവുള്ള വചനമായിട്ട് ഇത് മാറട്ടെ. അപ്പച്ചൻ എന്തിനാണ് ഭാരപ്പെട്ടിരിക്കുന്നത്? 68-ാം സങ്കീർത്തനം ഞാൻ എടുത്തൊന്ന് വായിക്കട്ടെ. അത് വായിക്കുമ്പോൾ ദൈവശക്തി എന്നിൽ കൂടെ പകരുമെന്ന് പറയുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് ശക്തിയായിട്ട് ഹേമിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിൻ്റെ പരിശുദ്ധാത്മ ഞങ്ങളെയും ഞങ്ങളുടെ ഭവനങ്ങളെയും രക്ഷിക്കുവാൻ, നീയാകുന്ന പെട്ടകം ഞങ്ങളുടെ നെഞ്ചിനകത്ത് ഹൃദയത്തിനകത്ത് വസിപ്പിക്കുവാൻ അവിടുത്തേക്ക് മനസ്സലിവ് തോന്നി 2 കൊരിന്ത്യർ 4:7 പറയുന്നത് പോലെ ഈ മൺപാത്രത്തിനകത്ത് പരിശുദ്ധാത്മാവിനെ ഡിപ്പോസിറ്റ് ചെയ്തിരിക്കുന്നതിന് ആ കൊടുത്തിരിക്കുന്ന മഹത്വത്തിനനുസരിച്ച് ജീവിപ്പാൻ ഞങ്ങളെ വിശുദ്ധിയോടെ സൂക്ഷിക്കാൻ പഠിപ്പിക്കണം. ബി ഹോളി ആസ് ഐ ആം ഹോളി. ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും വിശുദ്ധൻ. ഇന്നു മുതൽ ഈ വചനം കേൾക്കുന്ന ഓരോ വ്യക്തിയുടെയും ഉള്ളിൽ നിന്ന് ദൈവശബ്ദം കേൾക്കുവാൻ തക്കവണ്ണമുള്ള വാതിൽ തുറക്കുന്ന പിച്ച അവരുടെ ഉള്ളിൽ നിന്ന് സംസാരിക്കണം. വചനങ്ങൾ ദൈവത്തിൻ്റെ ആത്മാവിൽ പറയുന്നത് അവർ കേൾക്കണം. ദൈവത്തോട് സ്നേഹത്തിലും ആത്മാവിലും ദൈവത്തെ ആരാധിക്കുന്നവരാക്കി മാറ്റട്ടെ. മറ്റുള്ളവരുടെ മുമ്പിൽ വിളങ്ങാനല്ല, അവനവനും ദൈവവുമായിട്ടുള്ള ബന്ധത്തെ സ്ഥിരപ്പെടുത്തി കൊടുക്കണമേ. അത് ചെയ്തിരിക്കുന്നതിനാൽ സ്തോത്രം. ഞങ്ങളുടെ ഭവനങ്ങളിലുള്ള മക്കളുടെയൊക്കെ ഹൃദയങ്ങളിലേക്ക് അവിടുത്തെ സാന്നിധ്യം എഴുന്നള്ളുവാൻ തക്കവണ്ണം വിശുദ്ധ രക്തം കൊണ്ട് അവരെ കഴുകി ശുദ്ധീകരിച്ച് വെടിപ്പാക്കി ജീവരക്തത്തിൽ വെള്ളത്തിൽ കഴുകി നിനക്ക് യോഗ്യമുള്ള പാത്രമാക്കി ഞങ്ങളെ ആക്കി തീർക്കുന്നു. അച്ഛൻ അവരുടെ ഉള്ളിലേക്ക് കടന്നു വന്നിട്ട് അതിശയങ്ങളെ പ്രവർത്തിക്കണമേ. വഴിതെറ്റിപ്പോകാൻ അനുവദിക്കാതെ നിൻ്റെ സ്നേഹ ചങ്ങല കൊണ്ട് അവരെ കെട്ടിവെച്ച് തിരിച്ചു കൊണ്ടുവരുന്നതിന് നന്ദി പറയുന്നു. പ്രാർത്ഥന കേട്ട് ഉത്തരം തന്ന ദൈവത്തിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ. ആമേൻ.